എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒത്തിരി സ്നേഹത്തോടെ ഹൃദയപൂർവ്വം എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുകയാണ്. ഈ പുത്തനാണ്ട് സ്നേഹത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, നിറവിൻ്റെ ഒക്കെ ആയിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ശാലോം ടിവിയുടെ പേരിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഹെവൻലി മെലോഡീസിൽ ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുക നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പ്രിൻസ് പരത്തനാലച്ചനാണ്. അച്ഛൻ CMI സഭാംഗമാണ്. CMI സഭയിലെ കാർമൽ മൂവാറ്റുപുഴ പ്രൊവിൻസിലെ ഒരംഗം കൂടിയാണ്. ഇപ്പം അച്ഛന് സംഗീതത്തിലെ ഏറെ പഠനങ്ങളും കുറേ ഗാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ ഒത്തിരി വിശേഷങ്ങളൊക്കെയാണ്. ഇപ്പം അച്ഛനിപ്പോൾ ചെയ്യുന്നത് തൊടുപുഴയിലെ ഉപാസനയുടെ ഡയറക്ടറച്ഛൻ കൂടിയാണ്. ഇന്ന ദിവസങ്ങളിൽ അച്ഛൻ്റെ വിശേഷങ്ങൾ കേൾക്കാം. അച്ഛൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കേൾക്കാൻ. പ്രത്യേകമായിട്ട് അച്ഛൻ്റെ ആദ്യ ഗാനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ജനുവരി 3-ാം തീയതി ചാവറപ്പിതാവിൻ്റെ തിരുനാൾ കൂടിയാണ്. ഞങ്ങൾ രണ്ടുപേരും CMI അച്ഛന്മാരെന്ന രീതിയിൽ നമ്മുടെയൊക്കെ പിതാവാണ് ചാവറപ്പിതാവ്. എന്നിരുന്നാൽ തന്നെ ഞങ്ങളുടെ ഫൗണ്ടർ കൂടിയായ ചാവറപ്പിതാവ് തിരുനാളിൻ്റെ സ്നേഹവും മംഗളങ്ങളും ചാവറപ്പിതാവിൻ്റെ ചാവരിലുള്ള ആപ്തവാക്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ പകർത്താനും പറ്റട്ടെ. അച്ഛൻ്റെ ഒരു സുന്ദരമായൊരു ചാവറ ഗാനമുണ്ട്. പല ദേവാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ ആ ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഗാനത്തിൻ്റെ വിശേഷങ്ങൾ കേട്ട് ആ ഗാനത്തിലൂടെ നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം. ജനുവരി മാസം ആരംഭിക്കുന്നത് ജനുവരി 3 വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ തിരുനാളോടുകൂടിയാണ്. അപ്പോൾ ചാവറപ്പിതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഒരു വർഷം ആരംഭിക്കുന്നത്. ചാവറപ്പിതാവിൻ്റെ ഈ ഗാനം ജനിച്ചത് സത്യം പറഞ്ഞാൽ ഒരു നാടകത്തിൻ്റെ സെറ്റിലാണ്. നമ്മുടെ ധർമാരാമിലെ വിശുദ്ധ ചാവറപ്പിതാവിനെ കുറിച്ചുള്ളൊരു നാടകം അച്ഛനൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അകത്ത് കുഞ്ഞാലി മരക്ക എൻ്റെ റോൾ അങ്ങനെ നന്ദിക്കരച്ചൻ്റെ. അതെ, നന്ദിക്കരച്ച്. ആ സമയത്ത് ഈ നാടകത്തിലെ ഒരു ഗാനം അന്ന് തുടങ്ങിയ ഒരു ഗാനശബര്യ ഇന്നും തുടരുന്നു. അതായത് നമ്മുടെ ഇപ്പോഴത്തെ കൊച്ചി പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായിട്ടുള്ള ബെന്നി നൽക്കരയച്ചൻ അച്ഛൻ്റെ ഈരടികൾക്ക് ഈണം കൊടുത്തുകൊണ്ടാണ് നാടകത്തിലെ എൻ്റെ ഗാന ഈണം കൊടുക്കുന്ന അത് തുടങ്ങിയത്. അതെ, ഇത് നാടകത്തിൻ്റെ ഇൻട്രോ സോങ് ആണ്. പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നുന്നത് എല്ലാ വർഷവും ധർമാരാമിൽ അരങ്ങേറുന്ന നാടകങ്ങൾ അച്ഛൻ്റെ ഗാനമാണ് അല്ലേ? എല്ലാ നാടകങ്ങളും. അതിനുശേഷം പിന്നെ എല്ലാ നാടകങ്ങൾക്കും നമുക്ക് അങ്ങനെ ചിട്ടപ്പെടുത്താനൊരു ഭാഗ്യം കിട്ടി. സമയത്ത് അതെല്ലാം എഴുതിയത് നൽക്കരേച്ചനാണ്. ഈ സമയത്ത് ബെന്നി നൽക്കരേച്ചനെ പറ്റി സ്നേഹത്തോടെ ഓർക്കുകയാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഭിമാനം തന്നെയാണ്. കാരണം എൻ്റെ പ്രൊവിൻഷ്യാളച്ഛൻ കൂടിയാണ്. അദ്ദേഹം വലിയൊരു എഴുത്തുകാരനാണ്. കവിതകളൊക്കെ വളരെ സുന്ദരമായിട്ടാണ്. നല്ല അച്ഛനെയും ഈ സമയത്ത് സ്നേഹത്തോടെ ഓർക്കുകയാണ്. നമുക്ക് ആ പാട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ എനിക്ക് എഴുതി തന്നപ്പോൾ എന്നോട് ചിട്ടപ്പെടുത്താവോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ഇനിയിപ്പോൾ എങ്ങനെ നമുക്കന്ന് ചെയ്ത് പരിചയമില്ലല്ലോ. പക്ഷേ ഈ പാട്ട് എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഇതിലൊരു ട്യൂൺ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഇടാൻ എളുപ്പമുണ്ട്. നമ്മൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചപ്പോഴത്തേനും ഒരു ട്യൂൺ വന്നു. നമ്മളത് അതിനുശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ജോയി കാക്കനാട്ടച്ചനാണ് അത് നാടകത്തിന് വേണ്ടി നമ്മൾ വളരെ അമച്വറായിട്ടാണ് അന്ന് ചെയ്തത്. എന്ന് പറഞ്ഞാൽ അത്ര നല്ല ക്വാളിറ്റിയിലൊന്നും അല്ല അന്നത്തെ, നമുക്കറിയാലോ. അതിനുശേഷം പിന്നെ പ്രൊഫഷണലി അച്ഛനത് പുറത്ത് ഓർക്കസ്ട്രേഷൻ ചെയ്ത് വളരെ വൃത്തിയായിട്ട് അത് പുറത്തിറക്കിയായിരുന്നു. നമുക്ക് ആ ഒരു ഗാനം പ്രിയ ബഹുമാനപ്പെട്ട ബെന്നി നൽക്കരച്ചൻ്റെ വരികൾക്ക് അതിൻ്റെ ആത്മാവിനും ജീവനും ഒട്ടും കളയാതെ സംഗീതം നൽകി അത് സുന്ദരമായിട്ട് ആലപിച്ച പ്രിൻസ് അച്ഛൻ്റെ ഈ ഒരു ഗാനത്തോടെ നമുക്ക് എപ്പിസോഡ് ആരംഭിക്കാം. യെസ്. സ്നേഹത്തിൻ ചൈതന്യ പ്രവാഹമേ കാലം മറക്കാത്ത കർമ്മകാണ്ഡമേ മാനം കുന്നിൽ ബേശ്രൗമതീർത്ത മാനവ സ്നേഹത്തിൻ ഇതിഹാസമേ ദൈവസ്നേഹത്തിൻ ചൈതന്യ പ്രവാഹമേ കാലം മറക്കാത്ത കർമ്മകാണ്ഡമേ മാനം കുന്നിൽ ബേശ്രൗമതീർത്ത മാനവ സ്നേഹത്തിൻ ഇതിഹാസമേ ചാവറദാതാ പുണ്യമഹാത്മാ ദേവമുദ്ര നീ മാർഗദീപം നീ ചാവറദാതാ പുണ്യമഹാത്മാ ദേവമുദ്ര നീ മാർഗദീപം നീ
ദൈവസ്നേഹത്തിൻ ചൈതന്യ പ്രവാഹമേ. ആത്മഹർഷത്തിൽ ആപാദചൂഢം നീലയിച്ചു. ആ ദിവ്യ സ്നേഹം ആയിരങ്ങൾക്കായി അലിവോടെ നൽകി നീ നയിച്ചു. ആത്മീയ വന്ധ്യത നിറഞ്ഞൊരീ മണ്ണിന് അജപാലകനായി നീ പുതുജീവനേകി. ദൈവസ്നേഹത്തിൻ ചൈതന്യ പ്രവാഹമേ, കാലം മറക്കാത്ത കർമ്മകാണ്ഡമേ. മാന്നാനം കുന്നിൽ ബേസ്രൗമതീർത്ത മാനവ സ്നേഹത്തിൻ ഇതിഹാസമേ. ചവരദാതാ പുണ്യമഹാത്മാ ദേവമുദ്ര നീ, മാർഗദീപം നീ. ചവരദാതാ പുണ്യമഹാത്മാ ദേവമുദ്ര നീ, മാർഗദീപം നീ. ദൈവസ്നേഹത്തിൻ ചൈതന്യ പ്രവാഹമേ. അക്ഷരദീപം കൊളുത്തിവച്ചു, അച്ചുകൂടം അറിവിനൊളി പകർന്നു. അഗതികൾ കാലംബശാല തീർത്തു, അബലകൾക്കെന്നും വിമോചകനായി. അതിരുകൾ തീർക്കാത്ത മതജീവിതത്തിൻ അനുപമ മാതൃക പകർന്നു നൽകി. ദൈവസ്നേഹത്തിൻ ചൈതന്യ പ്രവാഹമേ, കാലം മറക്കാത്ത കർമ്മകാണ്ഡമേ. മാന്നാനം കുന്നിൽ ബേസ്രൗമതീർത്ത മാനവ സ്നേഹത്തിൻ ഇതിഹാസമേ. ദൈവസ്നേഹത്തിൻ ചൈതന്യ പ്രവാഹമേ, കാലം മറക്കാത്ത കർമ്മകാണ്ഡമേ. മാന്നാനം കുന്നിൽ ബേസ്രൗമതീർത്ത മാനവ സ്നേഹത്തിൻ ഇതിഹാസമേ. ചവരദാതാ പുണ്യമഹാത്മാ ദേവമുദ്ര നീ, മാർഗദീപം നീ. ചവരദാതാ പുണ്യമഹാത്മാ ദേവമുദ്ര നീ, മാർഗദീപം നീ. ദൈവസ്നേഹത്തിൻ ചൈതന്യ പ്രവാഹമേ. പ്രിൻസിച്ച മനോഹരമായിരിക്കുന്നു. ആ നാടകം ദേവമുദ്ര, ദേവമുദ്ര നന്ദികരേശന്റെ സ്ക്രിപ്റ്റൊക്കെ ഇപ്പോഴും വിശുദ്ധ പദവിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ആ വർഷം ചെയ്തൊരു നാടകം. നമ്മള് ബ്രദേഴ്സ് തന്നെ എഴുതി നമ്മൾ തന്നെ കമ്പോസ് ചെയ്ത് എല്ലാം നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു. അതിനുശേഷം പലയിടങ്ങളിലും നാടകം നടത്താൻ ഡിമാൻഡ് ചെയ്യപ്പെട്ടായിരുന്നു അല്ലേ, വളരെ ഇതായിട്ടൊക്കെ. ഓക്കെ, ആ ഫോർമേഷൻ ഫീൽഡിൻ്റെ ആയിട്ടുള്ള ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും അത് പറ്റാതിരുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഗാനം എനിക്ക് നൃത്ത രീതിയിലും അതുപോലെ തന്നെ ഈ പ്രയർ സോങ് ആയിട്ട് പ്രത്യേകിച്ച് ചാവറപിതാവിൻ്റെ തിരുനാളിലൊക്കെ പല വേദികൾ കണ്ടിട്ടുണ്ട്. നമുക്കത് ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഗാനം കൂടിയാണ് നമുക്കായിട്ട്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചാവറപിതാവിൻ്റെ ചാവരുള് അതും കൂടി ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. എല്ലാ വീടുകളിലും വേദപുസ്തകം വിശുദ്ധ ഗ്രന്ഥ വായനയ്ക്ക് ശേഷം ഒപ്പം വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ചാവരുള്. ചാവറപിതാവ് അതുപോലെ കുടുംബങ്ങൾക്ക് വേണ്ടി എഴുതിയതാണ്. അച്ഛാ, അത് ആ ഗാനം വളരെ വളരെ മനോഹരമായിരുന്നു. നമുക്കിനി മെന്നിൻ കാസിനിക്കപ്പിൻ്റെ ഒന്ന് പറഞ്ഞല്ലോ അച്ഛാ. എനിക്കത് പറയുമ്പോൾ ഒരു ത്രില്ലാണ്. ചിലപ്പോൾ ഒരു പക്ഷെ അച്ഛൻ പറയുമ്പോൾ ഓഡിയൻസിന് ചിലപ്പോൾ അറിയില്ലായിരിക്കും എന്താണ് മെന്നിൻ കാസക് എന്നുള്ളത്. ഒരു ഗാനം നമ്മളത് ക്രൂശിതനെ
കണ്ടു ഞാനൻ പീഡകളിൽ. സ്നേഹിതനെ കണ്ടു ഞാൻ എൻ വേദനയിൽ. ആ ഗാനം മറക്കാൻ വഴിയില്ല. അത് എനിക്ക് തോന്നുന്നത് CMIയിലെ കൊച്ചച്ഛന്മാർ, അത് പല പ്രൗൺസുകളുണ്ട് CMI സഭയിൽ, അതിൽ പല മിഷനൊക്കെ ഉള്ള അച്ഛന്മാർ കൊച്ചച്ഛന്മാരൊക്കെ ഒരുമിച്ച് വന്ന് ആദ്യമായിട്ട് ഒരുമിച്ച് കൂടി ചെയ്ത് അത് ഹിറ്റായ ഒരു പാട്ട് തന്നെ. വളരെ സുന്ദരമായൊരു ഗാനമാണ്. അച്ഛന്മാരുടെ പേരിൽ ഒരു ബാൻഡ്, ഒരു പക്ഷേ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ബാൻഡ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. മെൻ ഇൻ കാസക്. അതിൽ പ്രത്യേകിച്ച് നമുക്ക് ജസ്റ്റിൻ അച്ഛൻ ഈ സമയത്ത് നന്ദിയോട് ഓർക്കണം അല്ലേ. അതിൻ്റെ ഇത് ഒരു പക്ഷേ ജനിക്കുന്നത്, ഈ ഒരു ബാൻഡ് ജനിക്കുന്നത് ഞങ്ങളുടെയൊക്കെ പട്ടത്തിന് ശേഷം 2011 ഒരു 12-13 കൂടിയാണ് ഈ ആശയം ഫാദർ ജസ്റ്റിൻ കാളിയാനി, കോട്ടയം പ്രോൺസ് ആണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലൊതുക്കുന്നത്. അപ്പോൾ അച്ഛൻ എന്നോട് അത് പങ്കുവെച്ചു, നമുക്ക് എന്തുകൊണ്ട് അച്ഛന്മാരുടെ ഒരു ബാൻഡ് ആയിക്കൂടാ, എന്തുകൊണ്ട് നമുക്ക് റെക്സ് ബാൻഡ് പോലുള്ള ശക്തരായിട്ടുള്ള ഗ്രൂപ്പുകളുള്ള സമയത്ത് അച്ഛന്മാരുടെ ഒരു ഗ്രൂപ്പ്, നമുക്ക് ഇഷ്ടംപോലെ പാട്ടുകാരുണ്ട്, ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരുണ്ട്, നമുക്ക് എന്തുകൊണ്ടൊരു ഗ്രൂപ്പ് ആയിക്കൂടാ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയത്തിൽ നിന്നാണ്. അത് പിന്നീട് നമ്മുടെ ആശയത്തെ നമ്മുടെ സഭ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അത് വലിയൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു മെൻ ഇൻ കാസക് പിന്നെ ഒരുമിച്ച് കൂടട്ടെ, ഒത്തിരി ഗാനങ്ങൾ, ശുശ്രൂഷകൾ വരട്ടെ. ഇപ്പം ഉപാസന പോലെയുള്ള വലിയൊരു സെൻറ്ററിൻ്റെ ഡയറക്ടേഴ്സിനായിട്ട് ഇരിക്കുമ്പോൾ അച്ഛന് വലിയ സാധ്യതകളുണ്ട്. അച്ഛൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ആശയങ്ങളുണ്ടോ? ഇപ്പോഴത്തെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ നാദോപാസനയും ഉപാസനയും വർഷങ്ങളായിട്ടുള്ളൊരു കൺവെൻഷണൽ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ കാലിക പ്രസക്തമായ ഈ ഒരു കാലഘട്ടത്തോട് യോജിച്ചു പോകുന്ന ചില കാര്യങ്ങൾ മനസ്സിലുണ്ട്. പക്ഷെ അത് മെറ്റീരിയലൈസ് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇപ്പം നമുക്ക് അവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രബലമായിട്ട് നിൽക്കുന്നത് മൾട്ടിമീഡിയ തന്നെയാണ്. കാരണം അതിൻ്റെ ഇൻഫ്ലുവൻസ് ഒരു സാധാരണക്കാരൻ, നമ്മളല്ല, ഒരു സാധാരണക്കാരനായ ജനം, ഒരാള് അവൻ എന്താണ് ധരിക്കേണ്ടത്, അവൻ എന്താണ് കഴിക്കേണ്ടത്, അവൻ എന്താണ് നോക്കേണ്ടത്, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് മീഡിയ ആണ്. സോ നമുക്ക് അതിപ്പം കോൺഗ്രിഗേഷൻസ് ആണെങ്കിലും നമ്മളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ മീഡിയ വളരെ ഭംഗിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടത് സുവിശേഷവൽക്കരണത്തിന് അത് തീർച്ചയായിട്ടും അതൊരു ശക്തമായ ഒരു മേഖലയാണ്. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഒരുപാട് പേര് അവിടുന്ന് പഠിച്ചിറങ്ങുന്നുണ്ട്. ജെയ്സൺ പുറ്റനാലച്ചന്റെ നല്ലൊരു, അതായത് കേരളത്തിലെ എണ്ണം പറഞ്ഞ ഒരു മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നാണ് CMI, ചാവറ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട്, തൊടുപുഴ. അപ്പോൾ അവിടെ സിനിമറ്റോഗ്രാഫി പഠിപ്പിക്കുന്നുണ്ട്, അവിടെ വീഡിയോ എഡിറ്റിങ്, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി, ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഈ കൾച്ചറൽ സെൻറ്റർ, മ്യൂസിക് സെൻറ്റർ, മീഡിയ മിനിസ്ട്രി, ഇതിനെയും കൂടെ ഒരുമിപ്പിച്ച് നമ്മുടെ ശക്തരായിട്ടുള്ള വളരെ കഴിവുറ്റ അച്ഛന്മാരുണ്ട്. ഈ അച്ഛന്മാരുടെയൊക്കെ ഒരു നേതൃത്വത്തിൽ പുതിയ ചില ആശയങ്ങൾ കൊണ്ടുവരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്ക് അച്ഛാ ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ഗാനം കൂടെ അച്ഛൻ്റെ ഒരു കേൾക്കാം നമുക്ക്. ഞാൻ സംഗീതം പഠിച്ചത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് പഠിച്ച് വന്നിട്ട് നമുക്ക് ക്ലാസിക്കലായിട്ട്, അതായത് അവിടെ ഡൽഹിയിൽ ഹിന്ദുസ്ഥാനിയാണ്. ഹിന്ദുസ്ഥാനി പഠിച്ച അച്ഛന്മാര് അല്ലെങ്കിൽ അധികം ചുരുക്കമാണ്. ആന്റണി ഉരുളിയാനിക്കൽ അച്ഛൻ ഹിന്ദുസ്ഥാനിയാണ്. നമുക്കത് ആസച്ച് ഇവിടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് കോമ്പോസിഷൻസ് എല്ലാം ഹിന്ദിയിലും ഉറുദുവിലുമാണ്. നമ്മൾ ഇവിടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് മലയാളിവൽക്കരിക്കണം. അപ്പം എനിക്ക് കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, ഞാനവർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ടച്ച് നമ്മുടെ സംഗീത ഈണത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഉരുളിയാനിക്കലച്ചൻ്റെ പാട്ടുകളിലെല്ലാം ഒരു പ്രത്യേക ഒരു ശൈലിയുണ്ട്. അത് ആ ഒരു ഹിന്ദുസ്ഥാനി ശൈലിയാണത്. ബ്യൂട്ടിഫുൾ ആണത്. പാട്ടുകളിലേക്ക് അത് നമുക്ക് ഗസൽസ് ഒക്കെ കേട്ടിട്ടില്ലേ ഈ ഹിന്ദുസ്ഥാനി ഗസൽസ്? അത് വളരെ ഹൃദ്യമാണ്. നമ്മളെങ്ങനെ വേറൊരു ലോകത്തേക്ക്, ഒരു മാസ്മരിക ലോകത്തേക്ക് കൊണ്ടുപോകും. അത് നമുക്ക് നമ്മുടെ പാട്ടുകളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അച്ഛൻ ഒരു വർക്ക്, ഒരു നല്ലൊരു ക്ലാസിക്കൽ ടച്ചുള്ള ഹിന്ദുസ്ഥാനിയൊക്കെ ചേർന്നൊരു വർക്ക് അത് ഞാൻ ചെയ്ത ഒരു ക്ലാസിക്കൽ സോങ് ചെയ്തു. പക്ഷെ അത് പക്ക ഹിന്ദുസ്ഥാനി അല്ല, അതൊരു കർണാട്ടിക് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗാനം, അത് എഴുതിയത് മ്യൂസിക് അച്ഛൻ്റെ ആണ് എഴുതിയത്. ലിറിക്സ് ആൻഡ് മ്യൂസിക് ഞാൻ തന്നെയാണ്. ഞാൻ സാധാരണ എത്ര പാട്ട് എഴുതിയിട്ടുണ്ട്? മ്യൂസിക് ആണല്ലോ ചുരുക്കമുള്ളൂ. എഴുതിയിരിക്കുന്ന ഒരു 4-5 പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ടാവും. വരികൾ കിട്ടിയിട്ട് അതിന് ഒത്ത സംഗീതമാണോ, അല്ലെ ഓൾറെഡി അച്ഛൻ്റെ മനസ്സിലൊരു സംഗീതം ഉണ്ടാവും, അതനുസരിച്ച് ലിറിക്സ് എഴുതിക്കുകയാണ്? എങ്ങനെയാണ് കൂടുതൽ അച്ഛൻ ചെയ്തിരിക്കുന്ന വർക്ക്? കൂടുതൽ ചെയ്തിരിക്കുന്നത് നമുക്ക് ലിറിക്സ് കിട്ടുന്നു, നമ്മളതിന് ഒരു സംഗീതം കൊടുക്കുന്നു. സാധാരണ അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്, അതാണ്. പക്ഷെ ഇപ്പോൾ നേരെ മറിച്ചും, ഇപ്പോൾ സിനിമാ മേഖലകളിലാണെങ്കിൽ പോലും ഇത് നടക്കുന്നുണ്ട്. അവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ലിറിസിസ്റ്റിന്റെ കഴിവാണ്.
അപ്പോൾ പുള്ളി അത് ആ ഒരു അദ്ദേഹം ആ ഒരു ട്യൂണിന് എങ്ങനെ അദ്ദേഹം നല്ല ഈരടികൾ കൊടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പം ഇത് ഏതായാലും എനിക്ക് കിട്ടിയ ഒരു ലിറിക്സ് ഞാൻ എഴുതി, അതിനുശേഷം അതിന് ഞാൻ സംഗീതം കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ നമുക്ക് പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛൻ എഴുതി സംഗീതം കൊടുത്ത ആ ഒരു ക്ലാസിക്കൽ, ഇത് അത്ര എളുപ്പമുള്ളൊരു പാട്ടല്ല, എൻ്റെ സ്വരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഒരു ഒറ്റ ബ്രത്തിൽ പാടാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഐ വിൽ ട്രൈ. യേശുവേ ദയാപരനേ, കുമ്പിട്ടു കൈ തൊഴുന്നേ, ഞാൻ കുമ്പിട്ടു കൈ തൊഴുന്നേ. യേശുവേ ദയാപരനേ, കുമ്പിട്ടു കൈ തൊഴുന്നേ, ഞാൻ കുമ്പിട്ടു കൈ തൊഴുന്നേ. സകലം കരതാരാൽ മെനയുന്ന ചൈതന്യമേ, സകലരിലും തവ സ്നേഹം ചൊരിയണമേ. യേശുവേ ദയാപരനേ, കുമ്പിട്ടു കൈ തൊഴുന്നേ, ഞാൻ കുമ്പിട്ടു കൈ തൊഴുന്നേ. మగరి సని సగమ పద నిస సరి నిస పని మప గమ రి సని రి స ని సగ సగమ గమ ప మప ని ని సగ సగమ గమ ప మప ని ప ని స గా గ గ గ గ గ గ రి సని రి 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 సని స ని స ని స స స స స సని ద ని సని ద ని. മണ്ണിനെ വിണ്ണാക്കി മാറ്റുവാനായി മനുജനായി മാറിയ ദൈവപുത്ര, ആ ആ ആ മണ്ണിനെ വിണ്ണാക്കി മാറ്റുവാനായി മനുജനായി മാറിയ ദൈവപുത്ര, മരക്കുരിശേന്തി മനുഷ്യർക്കെന്നുമേ, മരക്കുരിശേന്തി മനുഷ്യർക്കെന്നുമേ മായാത്ത സ്നേഹത്തിൻ മാറ്റൊലിയായി, മന്വന്തരങ്ങൾക്ക് മാതൃകയായി, അഖില ജനത്തിനും അധിപതിയാ. യേശുവേ ദയാപരനേ, കുമ്പിട്ടു കൈ തൊഴുന്നേ, ഞാൻ കുമ്പിട്ടു കൈ തൊഴുന്നേ. పని ని పని ప ప ప మ ప ప మ ప ని స గ మ ప ని సరి గ రి స ని ద ప మ ప గ మ రి గ సరి ని స సరి గ రి గ గ మ ప మ ప సరి గ రి గ మ గ మ గ మ ప మ ప ద ప ద ప ద ని ద ని స సరి గ రి స ని ద ప మ ప గ మ రి గ సరి ని స గ మ ప ని సరి గ మ ప మ గ రి స ని ద ప మ గ రి స ని స స గ మ ప మ ప ని ప మ గ రి ని స గ మ ప ని స గ మ ప ని స గ మ ప.
മർത്യനു തുല്യനായി മണ്ണോളം താഴ്ന്നവൻ പാപിയെപ്പോൽ ഗരി സനി സമഗ പമഗമ പദനീത മദനി ഗരിഗ സഗസനി സനി പനി പമ പമഗമഗ സഗസനി സഗമപ മന്നവനെങ്കിലും മർത്യനു തുല്യനായി മണ്ണോളം താഴ്ന്നവൻ പാപിയെപ്പോൽ മക്കളാം നമ്മളോടൊപ്പമായി മാറുവാൻ മക്കളാം നമ്മളോടൊപ്പമായി മാറുവാൻ അപ്പമായി മാറിയ ദൈവപുത്ര മാറ്റണേ അടിയനെ നിൻ സുതനായി മായാത്ത നിൻ സ്നേഹ മുദ്രയായി യേശുവേ ദയാപരനേ കുമ്പിട്ടു കൈ തൊഴുന്നേൻ ഞാൻ കുമ്പിട്ടു കൈ തൊഴുന്നേ സകലം കരതാരാൽ മെനയുന്ന ചൈതന്യമേ സകലരിലും തവ സ്നേഹം ചൊരിയണമേ യേശുവേ ദയാപരനേ കുമ്പിട്ടു കൈ തൊഴുന്നേൻ ഞാൻ കുമ്പിട്ടു കൈ തൊഴുന്നേ. ഫ്രണ്ട്സിച്ചാ പറയാൻ വാക്കുകളില്ല. അത്രമേൽ വിശിഷ്ടം. എന്ത് രസമായിരുന്നു. നല്ല തകർത്തു എന്നൊക്കെ പറയില്ല, ഔട്ട്സ്റ്റാൻഡിങ്. ആ രീതിയിൽ മനോഹരമായിരിക്കുന്ന വെച്ചാൽ ഇതെങ്ങനെ പറ്റിയ ചെയ്തേക്ക് സ്വരങ്ങളൊക്കെ എന്തോ സംഭവിച്ചു പോയതാണ്. അത് രസമായിട്ടുണ്ട്. വളരെ വളരെ ഒരു ക്ലാസിക്കൽ സോങ് ഈ പ്രാവശ്യത്തെ ആൽബത്തിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാനിങ്ങനെ ചിന്തിച്ച് ക്ലാസിക്കൽ സോങ് പാടുമ്പോഴും സ്വരങ്ങളൊക്കെ അതിനകത്ത് വരും, ഓക്കെ. പക്ഷെ ഇത്രമേൽ അതിന് പറയാൻ എന്താ പറയുക, ഓക്കെയാണോ അത്ര സ്പീഡിലും അതിൻ്റെ ക്ലാരിറ്റിയിലും. അതെനിക്കൊന്ന് നല്ല ഒത്തിരി വർക്കുകൾ അച്ഛന് ചെയ്യാൻ പറ്റും. ഇതിൽ ഇത്രയും നേരം എൻ്റെ പാട്ടുകൾ കേട്ടു, ഇനി അച്ഛൻ്റെ ഒരു സുന്ദരമായ ഒരു ഗാനം. ഉറപ്പായിട്ടും വെച്ചാൽ എനിക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് ഈ ഗാനം. ഈ ഹെവൻലി മെലഡീസിൻ്റെ ഈ ഫ്ലോറിൽ പാടുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു സവിശേഷത ഉണ്ട്. കാരണം ഈ ഗാനം എഴുതിയിരിക്കുന്നത് ശാലോം ടിവിയുടെ തന്നെ ഡ്രൈവർ ചേട്ടൻ കൂടിയായിട്ടുള്ള സുരേഷ് അങ്ങാടിപ്പുറം, ഒരു നിഷ്കളങ്ക മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ വരികൾ. ഇതിന് സംഗീതം നൽകിയിരിക്കുന്നതാണ് അത് ഈ ഹെവൻലി മെലഡീസിൻ്റെ പ്രൊഡ്യൂസർ കൂടിയായിട്ടുള്ള ലിനേഷ് സാറാണ്, ലിനേഷ് കുണ്ടുതോട്. അപ്പോൾ ഈ ഗാനം എനിക്ക് ലിനേഷ് സാറിൻ്റെ ഇവർ രണ്ടുപേരും ഇനി ഒത്തിരി ഗാനങ്ങൾ വരട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം ഹെവൻലി മെലഡീസിൻ്റെ പിന്നിലുള്ള എല്ലാ അണിയറ പ്രവർത്തകർക്കും ഇതിൻ്റെ പിന്നിൽ ഒത്തിരി പേര് കഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് സ്നേഹത്തോടെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ആലപിക്കുന്നു. പിടിച്ചുയർത്തുവാനാരുമില്ല നാഥ, സാന്ത്വനം നൽകുവാനാരുമില്ല. കൈപിടിച്ചുയർത്തുവാനാരുമില്ല നാഥ, സാന്ത്വനം നൽകുവാനാരുമില്ല. ഇളകുന്ന നേരമീ ജലപ്പരപ്പിൽ എന്നെ കൈപിടിച്ചിറക്കുവാൻ ആരുമില്ല. ഇളകുന്ന നേരമീ ജലപ്പരപ്പിൽ എന്നെ കൈപിടിച്ചിറക്കുവാൻ ആരുമില്ല. പിടിച്ചുയർത്തുവാനാരുമില്ല നാഥ, സാന്ത്വനം നൽകുവാനാരുമില്ല.
ഇടമെനിക്കേകിയ നാഥ, ഇടറുന്ന നേരം നിൻ സക്രാരി തന്നിൽ ഇടമെനിക്കേകിയ നാഥ, തളരുന്ന നേരം നിൻ കുരിശിൻ്റെ നിഴലിൻ തണലെനിക്കേകണേ നാഥ, തളരുന്ന നേരം നിൻ കുരിശിൻ്റെ നിഴലിൻ തണലെനിക്കേകണേ നാഥ, കൈപിടിച്ചുയർത്തുവാനാരുമില്ല നാഥ, സാന്ത്വനം നൽകുവാനാരുമില്ല. അനുതാപമോടെ നിൻ അരികിൽ വരുമ്പോൾ അനുകമ്പ തോന്നണേ നാഥ, അനുതാപമോടെ നിൻ അരികിൽ വരുമ്പോൾ അനുകമ്പ തോന്നണേ നാഥ, ഉടയവനില്ലാതെ ഉഴലുമ്പോൾ നീയൻ ഇടയനായി മാറണേ നാഥ, ഉടയവനില്ലാതെ ഉഴലുമ്പോൾ നീയൻ ഇടയനായി മാറണേ നാഥ, കൈപിടിച്ചുയർത്തുവാനാരുമില്ല നാഥ, സാന്ത്വനം നൽകുവാനാരുമില്ല, കൈപിടിച്ചുയർത്തുവാനാരുമില്ല നാഥ, സാന്ത്വനം നൽകുവാനാരുമില്ല. ഇളകുന്ന നേരമീ ജലപ്പരപ്പിൽ എന്നെ കൈപിടിച്ചിറക്കുവാൻ ആരുമില്ല, കൈപിടിച്ചുയർത്തുവാനാരുമില്ല നാഥ, സാന്ത്വനം നൽകുവാൻ ആരുമില്ല. അച്ഛാ ഗംഭീരമായിട്ട് പാടി. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മുടെ സ്റ്റാഫാണ് ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ പ്രൊഫഷണലി ഒരാൾ ചെയ്ത പോലെ തോന്നുന്നു. നല്ല ഭംഗിയായിട്ട്, നല്ല വരികളും നല്ല ഈണവും. ഒരിക്കൽ കൂടി ശാലോം ടിവിയുടെ ലിനേഷ് സാറിനെയും അതുപോലെ സുരേഷ് ചേട്ടനെയും തീർച്ചയായിട്ടും സ്നേഹത്തോടെ നന്ദിയോട് പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. അതെ അതെ, ചില പാട്ടുകൾ നമുക്ക് കേൾക്കുമ്പോൾ നമ്മളത് ഓർത്തിരിക്കില്ല. പക്ഷെ ഇത് കൈപിടിച്ചുയർത്തുവാനാരുമില്ല, എല്ലാരും ഓർത്തിരിക്കുന്ന ഒരു ട്യൂൺ, നല്ലൊരു ഹീലിംഗ് ഉള്ള അല്ലേ? തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ നല്ലൊരു ഗാനം, നല്ല അത് തളർന്നിരിക്കുന്നവർക്ക് ബലം കൊടുക്കുന്ന ഒരു പാട്ടാണ്. ഈ കൂട്ടായ്മയിൽ ഒത്തിരി ഗാനങ്ങൾ ഇനിയും വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. പ്രിൻസസിൻ്റെ വിശേഷങ്ങളൊക്കെ തീർന്നിട്ടില്ല. മനോഹരമായ ഗാനങ്ങൾ ഇനിയുമുണ്ട്. അടുത്ത എപ്പിസോഡിൽ അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങളും സുന്ദരമായ കൂടുതൽ ഗാനങ്ങളും നമുക്ക് കേൾക്കാം. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ശാലോം ടിവിയുടെ ഹെവൻലി മെലഡീസിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി. കൈപിടിച്ചുയർത്തുവാനാരുമില്ല നാഥ, സാന്ത്വനം നൽകുവാനാരുമില്ല. ഇളകുന്ന നേരമീ ജലപ്പരപ്പിൽ എന്നെ കൈപിടിച്ചിറക്കുവാനാരുമില്ല.
നീലപ്പരപ്പിൽ എന്നെ കൈപിടിച്ചിറക്കി